പ്രത്യേകത കൂടെ ഉണ്ട്. വിധി നൽകിയ വൈകല്യത്തോട് പൊരുതി നേടിയ വിജയം എന്നതിനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഹംസയുടെ വിശേഷത്തിലേക്ക് പറഞ്ഞു. മത്സരം കൊള്ളായിരുന്നു, നല്ല മത്സരം തന്നെയായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഒരു നോവലിറ്റി എന്നുള്ള രീതിയിലൊന്നും കാര്യമായിട്ട് ഫസ്റ്റ് നേടിയിട്ടുള്ള ആ ഏട്ടൻ മാത്രമാണ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു ആ ഏട്ടൻ. പിന്നെ ബാക്കിയുള്ളതൊന്നും ഒരു നോവലിറ്റി എന്നുള്ള രീതിയിൽ ഒരു തീം ബേസ്ഡ് ആയിട്ടൊന്നും പൊതുവെ സാധനങ്ങൾ പ്രോഗ്രാംസ് വന്നിട്ടില്ല. ഞാനൊരു തീം ബേസിലായിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നത്. എത്ര കാലത്ത് ഒരുക്കമുണ്ടായിരുന്നു നമ്മുടെ ഈ മത്സരത്തിന് പിന്നിൽ? ഞാൻ ഈ മത്സരം എന്ന് പറയുമ്പോൾ ഞാൻ 5 വർഷത്തോളമായിട്ട് സ്റ്റേറ്റിൽ പോകുന്ന ആളാണ്. സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ട്. എന്റെ ബ്രദർ ഒരു ജലീൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൈൻഡ് തന്നെയാണ് പുള്ളി. അവർ തന്നെയാണ് എന്റെ ഗുരു. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിമിക്രിയിൽ. ഏറ്റവും നന്നായി ആളുകൾ ആസ്വദിച്ച മത്സരാർത്ഥികളിൽ ഒന്ന് താങ്കൾ തന്നെയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർ ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു 2 ഐറ്റം താങ്കൾ അവതരിപ്പിച്ചെന്നോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ഒരു കുതിരവണ്ടിയുടെ ശബ്ദം ചെയ്യാം. അടുത്തതായിട്ട് ഒരു ക്രിക്കറ്റ് കമന്ററിയുടെ ശബ്ദം ചെയ്യാം. This one is slow ball bowling to Sachin Tendulkar, right arm round the wicket, placing out of the corner. Beautifully run by Tendulkar. Ball is crosses over the fence for 4 runs. വളരെയധികം നന്ദി പ്രിയ സുഹൃത്തെ, ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹകരിച്ചതിന്. ഏതായാലും വളരെയധികം നന്ദി. താങ്ക് യു. വിവരങ്ങൾ കീഴടക്കട്ടെ. ഏതായാലും യുവതയുടെ കലാമാമകത്തിന് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം 95 ക്യാമ്പസുകളാണ് 5 ദിവസങ്ങളായി നടന്ന ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ഫറൂഖ് കോളേജ് കിരീടത്തോട് അടുത്തിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് അതിനുമുമ്പ് ശരി.